കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കൂ. എൻ്റെ പൊന്നോ, അടിപൊളി രുചിയാണ് കേട്ടോ. തേങ്ങയൊന്നും അരക്കാതെ നല്ലൊരു കുറുകിയ ചാറാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത്. അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തി, അതുപോലെ ചോറ്, ദോശക്കൊക്കെ പറ്റിയിട്ടുള്ള കിഴങ്ങും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും വെച്ചിട്ടുള്ള നല്ലൊരു മെഴുക്ക് പുരട്ടിയും റെഡിയാക്കുന്നുണ്ട്. രണ്ടും നല്ലൊരു നാടൻ രുചിക്കൂട്ടാണ് കേട്ടോ. എത്ര കൂട്ടിയാലും മതി വരില്ല. അപ്പം നമുക്ക് ആദ്യം കറിയിലേക്കുള്ള വെണ്ട ഒന്ന് അരിഞ്ഞെടുക്കാം. നല്ല ഇളയ വെണ്ടയ്ക്കയാണ് കേട്ടോ നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് ഓരോ വെണ്ടയ്ക്കയും 2 പീസാക്കിയിട്ടാണ് മാറ്റുന്നത്. അത്യാവശ്യം വലിയ രീതിയിലാണ് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. പുഴുക്കളൊന്നും ഇല്ലാന്ന് നോക്കണം കേട്ടോ. കറുപ്പ് ഉള്ളിക്കുത്തൊക്കെ ഉണ്ടെങ്കിൽ പുഴുക്കളുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ ഈ ഒരു വെണ്ടയ്ക്കയിലുള്ള വഴുവഴുപ്പൊക്കെ മാറി എത്ര തന്നെ വെന്താലും ഉടഞ്ഞു പോകില്ല. നല്ല ഇങ്ങനെ നീണ്ടു നിവർന്നങ്ങ് കിടക്കും വെണ്ടക്ക. മൺചട്ടിയിലോട്ട് അല്പം വെളിച്ചെണ്ണയാണ് ചേർത്തത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ ഒരു വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. ഒരുപാടൊന്നും കളർ ചേഞ്ച് ആകണ്ട, ആ ഒരു വഴുവഴുപ്പൊന്ന് പോയി കിട്ടിയാൽ മാത്രം മതി. അതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് നിൽക്കും. ഇതുപോലെയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് ആ ഒരു വഴുവഴുപ്പൊക്കെ മാറിയതിന് ശേഷം നമുക്കൊരു കോരി ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അതേ ചട്ടിയിലോട്ട് തന്നെ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുകയാണ്. അതിലോട്ട് ഒരു ഇച്ചിരി ഏകദേശം 1 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവയുടെ അളവൊന്നും കൂടണ്ട, കുറച്ച് മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് വരുന്നുള്ളൂ. എല്ലാം നന്നായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഇതിലോട്ട് നമുക്കൊരു 15ഓളം ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് നടുവിലൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു 10 ഇല്ലി വെളുത്തുള്ളി കൂടി ചേർക്കുക. നിങ്ങൾക്ക് ഇനി ചെറിയുള്ളിയൊക്കെ ഇങ്ങനെ തൊലിച്ചുണ്ടാക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ നമ്മുടെ നാടൻ കറിക്കൊക്കെ ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് ഒന്നുകൂടി രുചി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൂട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കരുത്. ഇതിലോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് വാടി സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലോട്ടൊരു പഴുത്ത തക്കാളി ചെറിയ പീസാക്കി ചേർക്കുകയാണ്. ഒപ്പം തന്നെ 4ഓ 5ഓ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ 5 എണ്ണമൊക്കെ ചേർത്തത്. എരിവുള്ളതാണെങ്കിൽ 1ഓ 2ഓ ചേർത്താൽ മതി. ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ഒന്ന് സോഫ്റ്റായി കിട്ടട്ടെ. കുറഞ്ഞ തീയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. കളറൊക്കെ ഒന്ന് ചേഞ്ചായി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഈ ഒരു കറിയിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആവശ്യത്തിനുള്ള. ഒപ്പം തന്നെ 2 ടീസ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർക്കുകയാണ്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഈ ഒരു സമയം വരെയൊക്കെ തീ വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്യുക. തീ കൂട്ടി വെക്കുകയാണെങ്കിൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞ് പിടിക്കും കേട്ടോ. പോരാത്തതിന് മൺചട്ടിയാണ്. ചൂട് എപ്പോഴും ഇങ്ങനെ നമ്മൾ ഗ്യാസ് ഓഫാക്കിയാലും കറികളൊക്കെ തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കുറച്ച് പൊടി ഇടുന്ന കുറച്ച് മുന്നേ തന്നെ തീ വളരെ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഗ്യാസ് ഓഫാക്കുക. എന്നിട്ട് മസാലപ്പൊടികളൊക്കെ നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കുക. ലാസ്റ്റായിട്ട് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. നന്നായിട്ടൊന്ന് മസാലയ്ക്കൊന്ന് ചൂടാക്കി ചെറിയ രീതിയിലൊക്കെ എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്കൊരു നാരങ്ങയോളം വലുപ്പമുള്ള പുളി എടുക്കട്ടോ. പുളി എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞൊന്ന് നീരെടുത്തിട്ട് ആ ഒരു പുളിയുടെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുക. ഇനി നമുക്ക് കറി എത്ര വേണോ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു കുറുകിയ ചാറാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൊളാക്കി എടുക്കണ്ട. ഇനിയിപ്പോൾ വീട്ടിൽ അത്രത്തോളം ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെണ്ടയ്ക്കയും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഈ ഒരു ചാറ് നല്ല രീതിയിലൊന്ന് തിളച്ച് മറിയട്ടെ. ആ ഒരു സമയത്താണ് ഇതിലോട്ട് നമ്മൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാനായിട്ട് പോണത്.
ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതിൽ കിടന്നിട്ട് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചാറ് കുറുകി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്കൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് കേട്ടോ. ഇനിയിപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ രാവിലെയൊക്കെ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഓഫീസിലോട്ട് കൊണ്ടുപോവുക, ദോശയുടെ കൂടെയൊക്കെ എടുക്കാൻ പറ്റും. വെണ്ടയ്ക്ക മാത്രം വെച്ചിട്ടുള്ളൊരു സാമ്പാറാണെന്നും പറയട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. നന്നായിട്ടൊന്ന് തിളച്ച് മറിയട്ടെ. ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് ഇളക്കി കൊടുക്കട്ടോ. കുറഞ്ഞ തീയിൽ വെച്ച് കൊടുക്കണം. തീ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുക്കണ്ട. കുറഞ്ഞ തീയിലാകുമ്പോഴാണ് ഇതുപോലെ നല്ല കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. കണ്ടല്ലോ, നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഈ ഒരു അടിപൊളി വെണ്ടക്കക്കറി കിട്ടിയിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് നല്ല അടിപൊളി ഉരുളൻകിഴങ്ങ് വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഒന്ന് റെഡിയാക്കാം. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ചപ്പാത്തി ദോശക്കൊക്കെ സൂപ്പർ കോംബോ ആണ് കേട്ടോ ഈ ഒരു ഐറ്റം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇളയ വെണ്ടക്ക എടുത്തിട്ട് ആ ഒരു ഞെട്ടിയും വാലൊക്കെ അങ്ങ് കളഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. വെണ്ടയ്ക്കൊന്നും ഇപ്പോൾ ഈ ഒരു സമയം വലിയ വിലയില്ലല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് വെണ്ടയ്ക്ക കൊടുത്തിട്ട് ഈ ഒരു കറിയും ഈ ഒരു മെഴുക്ക് പുരട്ടിയൊക്കെ റെഡിയാക്കി നോക്കിയിട്ട് എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ല രുചിയുണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. പൊതുവേ നമ്മളെല്ലാവരും വെണ്ടയ്ക്കൊക്കെ പൊരിച്ചിട്ടാണ് നമ്മുടെ മക്കളൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാറ്. എന്നാൽ നിങ്ങൾ ഇതുപോലൊരു മെഴുക്ക് പുരട്ടിയൊക്കെ റെഡിയാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ ഈ ഒരു കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ വയറ് നിറച്ച് കഴിക്കും. കിഴങ്ങ് നമ്മൾ നന്നായിട്ട് ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതൊരുപാട് വെള്ളം ഒഴിച്ചിട്ടല്ല വേവിക്കുന്നത്. കുറച്ച് 2 ടീസ്പൂൺ വെള്ളത്തിലാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ ഉരുളങ്കിഴങ്ങൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ 2 കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക ഉള്ളെങ്കിൽ ഒരൊറ്റ കിഴങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇതും ഞാനിതാ ഇവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഞാനെടുത്തത്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇതുപോലെയുള്ള നാടൻ രുചികളൊക്കെ വെളിച്ചെണ്ണയിൽ റെഡിയാക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും ഒക്കെ കിട്ടുക. 1 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടിക്കുകയാണ്. ഒപ്പം തന്നെ 2 ടീസ്പൂൺ ഉഴുന്നാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, പക്ഷേ ഉഴുന്നും കൂടി ചേർത്ത് റെഡിയാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഉഴുന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് നല്ലൊരു സ്മെല്ലിങ് വരുന്ന ടൈമിൽ ഒരൊറ്റ വലിയുള്ളി ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാടിയിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ഈ ഒരു ടൈമിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാവുന്നതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക്, ഇച്ചിരി മല്ലിപ്പൊടി, ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ ഗരം മസാലയൊന്നും സ്കിപ്പ് ചെയ്യരുത്. ഗരം മസാല ചേർത്ത് റെഡിയാക്കുമ്പോഴാണ് നല്ല രുചി. അതുപോലെ തന്നെ ഗരം മസാലയ്ക്ക് പകരം നമുക്ക് ചിക്കൻ മസാലയും ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മസാലപ്പൊടികൾ ഒരുപാട് ചേർത്തിട്ട് കൊളാക്കി എടുക്കണ്ട. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മസാലപ്പൊടി ഒരുപാട് ഇട്ടാൽ നമുക്കിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളിതിലോട്ട് വെണ്ടയ്ക്കയും ഉരുളൻകിഴങ്ങും ഒന്ന് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ മസാല ഇല്ലയെന്ന് കരുതിയിട്ട് ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കണ്ട. ആദ്യം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇല്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കണ്ടല്ലോ, ഇളക്കി എടുക്കുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇതിലോട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഏകദേശം ഒരു 6 അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ അമ്മിക്കുട്ടിയിലിട്ടിട്ട് നന്നായി ചതച്ചെടുക്കുക. എന്നിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെന്ത് മുരിഞ്ഞ് വരുമ്പോൾ നല്ല രുചിയാണ് ഈ ഒരു കൂട്ടാൻ. വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൊലിയൊന്നും കളയണ്ട, തൊലിയോട് കൂടി ഇട്ടോളൂ.
ഇനി നമ്മളിതിലോട്ട് കുറച്ച് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ, കുറച്ച് മതി. ഇനിയിപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ഇത് റെഡിയാക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കുറഞ്ഞ തീയിലങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയെടുത്തിട്ട് ഈ ഒരു കിഴങ്ങ് വേവിച്ചെടുത്താൽ മതി. ഇത് ഇരുമ്പിൻ്റെ ചട്ടി ആയതിൻ്റെ പേരിലാണ് ഇതിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ചത്. അടച്ചു കൊടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ കിഴങ്ങൊക്കെ നല്ല രീതിയിൽ വെന്ത് സെറ്റായിട്ട് കിട്ടും. ഏകദേശം നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. പലർക്കും ഡൗട്ടായിരിക്കും വെള്ളം ചേർക്കാഞ്ഞാൽ അടി പിടിക്കൂലേ, കിഴങ്ങ് വെന്ത് കിട്ടുമെന്നൊക്കെ കേട്ടോ. കണ്ടല്ലോ, കിഴങ്ങൊക്കെ നല്ല രീതിയിൽ വെന്ത് മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. ഇത് അടച്ച് വെക്കുക. നമ്മൾ എപ്പോഴാണോ ചോറ് വിളമ്പി കഴിക്കുന്നത് ആ ഒരു സമയത്ത് നമുക്കിത് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി കുറുകിയ ചാറും ഒപ്പം തന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ കുറച്ച് ആളല്ലേ ഉള്ളൂ, അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിയെ റെഡിയാക്കിയിട്ടുള്ളൂ. അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടി ഈവനിങ്ങിൽ അല്ല രാത്രി നമ്മുടെ ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് ഇനി കൂട്ടാനില്ലാന്ന് കരുതിയിട്ട് ടെൻഷൻ ആവണ്ട, ഇതുപോലൊരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുരുമുളകും മുളക് പൊടി പച്ചമുളകൊക്കെ ഇടുമ്പോൾ എരിവ് കൂടും, അപ്പോൾ അതിനനുസരിച്ച് ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. എല്ലാം കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും നമ്മളെ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാറിൻ്റെ കട്ടി കണ്ടല്ലോ. പിന്നെ ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.